ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. കഴിഞ്ഞ ബ്രസീലിയൻ ലീഗ് മത്സരത്തിൽ സാന്റോസ് പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. 1-നെതിരെ 2 ഗോളുകൾക്കായിരുന്നു ഇന്റർനാസിയോണൽ അവരെ പരാജയപ്പെടുത്തിയത്. മത്സരത്തിൽ നെയ്മർ ജൂനിയറും ഒരു ആരാധകനും തമ്മിൽ വലിയ ഒരു വാക്ക് തർക്കമുണ്ടായിരുന്നു. നെയ്മർ ജൂനിയർ ആ ഒരു ആരാധകനെ തെറി വിളിക്കുകയും ചെയ്തു എന്നുള്ളതാണ് വസ്തുത. പിന്നീട് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകൻ മാപ്പ് പറഞ്ഞു. നെയ്മർ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ആ ഒരു ആരാധകൻ തന്നെയും തൻ്റെ പിതാവിനെയും അധിക്ഷേപിച്ചു, തങ്ങളുടെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്തു എന്നൊക്കെയാണ് നെയ്മർ ജൂനിയർ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഈ വിഷയം ഇപ്പോൾ ബ്രസീലിയൻ ഫുട്ബോൾ ലോകത്ത് വലിയ രൂപത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ബ്രസീലിയൻ മാധ്യമ പ്രവർത്തകനായ നെറ്റോ നെയ്മർക്കെതിരെ രൂക്ഷ വിമർശനങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. നെയ്മർ ആരാണ് എന്നാണ് അവൻ്റെ വിചാരം? അവൻ കരുതുന്നത് അവൻ സ്വയം ഒരു രാജാവാണ് എന്നാണോ? എന്തും ചെയ്യാമെന്നാണോ അവൻ്റെ വിചാരം എന്നൊക്കെയാണ് നെറ്റോ ഇപ്പോൾ ചോദിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: വിമർശനം കൈകാര്യം ചെയ്യാൻ പോലും നെയ്മർക്ക് കഴിയുന്നില്ല. എന്തും ചെയ്യാം എന്നാണോ നെയ്മറുടെ വിചാരം? പക്ഷെ അങ്ങനെ കഴിയില്ല. ആരാധകനോട് തർക്കിച്ചതും തെറി വിളിച്ചതും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു പ്രവൃത്തിയാണ്. നെയ്മറെ വിമർശിക്കാനുള്ള അധികാരം ഇവിടെയില്ലേ? മത്സരശേഷം എല്ലാ ആരാധകരോടും തർക്കിക്കാനാണോ അവൻ്റെ ഉദ്ദേശം? ഈ ലോകത്തെ രാജാവാണ് എന്നാണോ അവൻ കരുതിയിരിക്കുന്നത്? ഇതെല്ലാം യഥാർത്ഥ പുരുഷന്മാർ ചെയ്യുന്ന ഒരു പണിയല്ല, ഇത് ചെറിയ കുട്ടികൾ ചെയ്യുന്ന കാര്യമാണ്. ഇതാണ് ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമ പ്രവർത്തകനായ നെറ്റോ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും നെയ്മറുടെ ആ ഒരു പ്രവൃത്തി വലിയ രൂപത്തിൽ ഇപ്പോൾ വിവാദമായിട്ടുണ്ട്, ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 മത്സരങ്ങളിലും സാന്റോസ് പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. അതാണ് ആരാധകരെ ഇപ്പോൾ ദേഷ്യം പിടിപ്പിക്കുന്നത്. അടുത്ത മത്സരത്തിലെങ്കിലും സാന്റോസ് വിജയ വഴിയിലേക്ക് തിരിച്ചെത്തും എന്നാണ് ആരാധകർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.